ഒരു ചരിത്രം തന്നെയുണ്ട്. 3 വർഷം മുമ്പ് ഒരു പൊക്കത്തില് ഒത്തിരി നിൽക്കുന്ന ഇത് നമ്മുടെ അടുത്തൊരു ചേട്ടന്റെ തോട്ടമാട്ടോ. പുള്ളി തന്നെ വികസിപ്പിച്ചെടുത്തൊരു ചെടിയാണത്. പുള്ളി അത് എവിടെ നിന്നാണ് കിട്ടിയതിന് തൈ എവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെ നമുക്കിവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ ചേട്ടനോട് ചോദിക്കാം. ചേട്ടൻ നമുക്ക് എപ്പോഴാണ് ഈ തൈ എവിടെ നിന്ന് ചേട്ടന് കിട്ടിയത്? ഈ തൈ കിട്ടിയതിനെ കുറിച്ച് പറഞ്ഞാൽ അതിനൊരു ചെറിയ ചരിത്രം തന്നെയുണ്ട്. അതായത് ഒരു 3 വർഷം മുമ്പ് ഒരു 8-10 മീറ്റർ പൊക്കത്തിൽ ഒരു പൊത്തുള്ള മരത്തിന്റെ മുകൾ ഭാഗത്ത് പൊത്തില് ഒരു ചെറിയൊരു ഏലത്തൈ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്റെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ പോലും ഞാൻ അതിന് ഒരു വില കൽപ്പിച്ചില്ല. പൊത്തില് നിൽക്കുന്ന ഏലം അത് നമുക്ക് നല്ല ഏലം ഇവിടെ ഉണ്ടല്ലോ എന്ന് കരുതി 2 വർഷം, അതായത് പൊരിഞ്ഞ വെയില് കൊണ്ട് 2 വർഷം ആ ഏലത്തൈ അവിടെ നിന്നിട്ട് പോലും ആ തൈ പോകാതെ അവിടെ നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ മകൻ നോബിളിന്റെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. അവന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അവനൊരു വലിയ ഏണി കൊണ്ടുവന്ന് വെച്ച് മരത്തെ ചാരി ആ മരത്തിന്റെ മുകളിൽ നിന്ന് ഈ കരിഞ്ഞ പോലെ നിന്ന ഏലത്തട്ട പറിച്ചു കൊണ്ടുവന്ന് മുറ്റത്തിന്റെ മൂലക്കില് കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചപ്പം ഞാൻ അവനോട് ചോദിച്ചു, എടാ ഈ ഡ്യൂപ്ലിക്കേറ്റ് തൈ വയ്ക്കാതെ നല്ല ഒന്നാമത്തെ ഞർലാനിയുടെ തൈ ഇവിടെ മേടിക്കാൻ കിട്ടും, അത് ഒരെണ്ണം നമുക്ക് മേടിച്ച് വെച്ചാൽ പോരെ, ഇതെന്തിനാടാ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അവൻ ഒരു മറുപടി അതിന് പറഞ്ഞില്ല. എന്തായാലും അവൻ 6 മാസം അത് അവിടെ വെച്ച് ശുശ്രൂഷിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ അവന്റെ ജോലി സംബന്ധമായ കാര്യത്തിന് പോയി. പിന്നീട് ആ ശുശ്രൂഷ ഞാൻ ഏറ്റെടുത്ത് വളം വലിയ ഇതും ചെയ്ത് അല്പം ചാണാനും വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ അങ്ങോട്ട് പോയി. അതിൻ്റെ 2ാമത്തെ വർഷം ആദ്യമായിട്ട് കായ്ച്ചു കഴിഞ്ഞപ്പം ഏതാണ്ട് ആദ്യമേ ഞാൻ കായ എടുത്തു കഴിഞ്ഞപ്പോൾ 3 കിലോ കായ കിട്ടി ആ ഒരെണ്ണത്തേന്. 2ാമത് എടുത്തപ്പോഴും അതുപോലെ 3 കിലോ കിട്ടി. 3ാമത് എടുത്തപ്പോഴും കിട്ടി ഒരു 2.5 കിലോയോളം കായ. ഈ 3 കിലോ എന്നുള്ളടുത്ത് 4 കിലോ 5 കിലോ ഒക്കെ കിട്ടി ഒരെടുപ്പിന്. അടുത്ത വർഷം ആയപ്പോഴത്തേനാണ് ഞാനത് മൊത്തം ചുവടെ പറിച്ചു വെട്ടി അടുത്ത് കഴിഞ്ഞു. ചുവടെ പറിച്ചു വെട്ടി 50 തട്ട കിട്ടി. ആ 50 തട്ട കൊണ്ടുവന്ന് ഞാൻ കുഴിച്ചിട്ടാണ്. അതായത് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് ഈ ഏലം കുഴിച്ച് വെക്കുന്നത് എങ്ങനെയെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അതിന് ഞാനൊരു പണിക്കാരനെ കൂട്ടി ഒരു 1.5 അടി സമചതുരത്തിൽ കുഴി താത്തിയിട്ട് അതിനകത്ത് ചാണാനിട്ട് മൂടി ഇത് വെക്കാൻ ഉള്ള പ്ലാനിലായിരുന്നു. ഞാൻ കുഴി കുത്തി കഴിഞ്ഞപ്പോൾ വേറെ ഏലം കൃഷിക്കാർ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യണ്ട, ചുമ്മാ ഒരു ചെറിയൊരു ഊമ്പൽ പോലെ മണ്ണ് കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുഴിയെല്ലാം മൂടിയിട്ട് വീണ്ടും കൂന പോലെ കൂട്ടി നട്ടതിന് ശേഷം ഞാൻ ചാണകം നന്നായിട്ട് ചാണാനും ഇല്ലുപടി അതിനെ മെയിനായിട്ട് ചെയ്തത്. എന്നാൽ എൻ്റെ നീറുന്ന മനസ്സിന് ഒരു ചെറിയൊരു സന്തോഷം തരുന്നത് എൻ്റെ ഈ നിൽക്കുന്ന ഏലങ്ങളാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏക ഒരു കാരണം ഈ ഏലത്തിനെ കുറിച്ച് എനിക്ക് യാതൊരു അറിവില്ലാത്തൊരു വ്യക്തിയാണ് അത്. അപ്പം ഞാൻ ഈ വെള്ളക്കയത്ത് ഉള്ള വളക്കടയിലാണ് ഞാൻ പോയി സാധാരണ വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ സുനില്, മെജോ, തെക്കുപറമ്പിൽ അവരൊക്കെ എനിക്ക് ചെറുപ്പം വരെ പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് ഞാൻ അവരുമായിട്ടൊരു ആത്മാർത്ഥ ബന്ധത്തിലാണ് പോകുന്നത്. അപ്പം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ അന്നേരം വളക്കടയിൽ ചെന്ന് ചോദിക്കും. അവർ വളങ്ങളും മരുന്നും എല്ലാം തക്ക സമയത്ത് ചെയ്യേണ്ട സമയത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ള നല്ല ഒരു ക്ലാസ് എനിക്ക് മെജോയിൽ നിന്നും സുനിലിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അവരുടെ ആ കറക്റ്റ് സമയത്തുള്ള ആ വളത്തിന്റെ പ്രത്യേകതയും കൂടി ഈ ഏലത്തിന് കൃത്യമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തില്. കാരണം എന്റെ അനുഭവത്തിൽ അതുണ്ട്. അങ്ങനെയാണ് ഈ ഏലം ഇത്ര ഒരു സ്വല്പം സുഖമില്ലാതെ അവിടെ ആശുപത്രി കേസുകെട്ടിൽ 6 മാസം ഞാൻ ആശുപത്രി കേസുമൊക്കെ ആയിട്ട് നടന്നു. അതിന്റെ പേരിൽ സ്വല്പം ഉണക്കേറ്റു വേനക്ക്. എന്നാലും ഞാനത് വന്ന് ഗ്രീനെറ്റുമൊക്കെ വലിച്ചു കെട്ടി അത് പരിഹരിച്ചെടുത്തു. പിന്നെ ഇതിനകത്ത് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ഭാര്യയ്ക്കാണ് എന്നെ കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഞാൻ ഏലം കൃഷിയോട് ഞാൻ എതിർപ്പുള്ള ആളായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിഷം നമുക്ക് ദോഷം ചെയ്യില്ലോ എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഏലം കൃഷിയുടെ എതിർപ്പുള്ള ഒരാളായിരുന്നു. എങ്കിൽ പോലും ഭാര്യയ്ക്കൊരു തോന്നല് നമുക്കൊരു 50 മൂട് ഏലം വെക്കണം എന്ന് പറഞ്ഞ അവക്കടങ്ങളുടെ പ്രേരണയുടെ കൂടുതൽ കൊണ്ടാണ് ഞാൻ ഈ ഏലം ഇവിടെ കുഴിച്ചിടാനുണ്ടായ ഏക ഒരു കാരണം. അവള് ഈ ഏലത്തിന്റെ അകത്തെ കാട് വഴി ഒരുക്കും വളം ചെയ്ത്തും എല്ലാം ആയിട്ട് എന്റെ കൂട്ടത്തില് സ്ഥിരം ഉണ്ടായിരുന്നു. പെട്ടെന്ന്
എന്ന എൻ്റെ നീറുന്ന മനസ്സിന് ഒരു ചെറിയൊരു സന്തോഷം തരുന്നത് എൻ്റെ ഈ നിൽക്കുന്ന ഏലങ്ങളാണ്.